രാമകൃഷ്ണൻ എത്ര ശ്രമിച്ചിട്ടും കല്യാണിയുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ സാധിക്കുന്നില്ല. അതിനുശേഷം അരവിന്ദ് നന്ദനയോട് തന്റെ സങ്കടങ്ങളെല്ലാം പറയുകയാണ്. ബ്രോയെ കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ വിവരിക്കുമ്പോൾ നന്ദന അരവിന്ദിനെ ആശ്വസിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഞാനും പറഞ്ഞ് കല്യാണിയെ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറ്റിക്കാം എന്നൊക്കെയാണ് നന്ദന പറയുന്നത്. ഇപ്പോൾ പ്രമോയിൽ കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ ദേഷ്യപ്പെടുന്ന നന്ദനയാണ്. നന്ദന പറയുകയാണ്, അന്ധവിശ്വാസത്തിന്റെ നിഴലാട്ടത്തിൽ നിന്നും ഒരു പെണ്ണിന്റെ ജീവിതം പിച്ചി ചീന്തിയെറിയാൻ ആന്റിക്ക് എങ്ങനെ കഴിയുന്നു? ആനന്ദിന്റെയോ അരവിന്ദിന്റെയോ സ്ഥാനത്ത് ആന്റിയുടെ ഉദരത്തിൽ പിറന്നത് ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ആന്റിക്ക് ഒരിക്കലും കല്യാണിയോട് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അഖിലാണ്ടേശ്വരി. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയും കല്യാണിയുമാണ്. കല്യാണി ആനന്ദിനോട് പറയുകയാണ്, വലിയ കുഞ്ഞ് ആഹാരം കഴിക്കുക, ഞാൻ വാരിത്തരാം. അത് കേട്ട് ആനന്ദ് പറയുകയാണ്, ഏറ്റാൻ നിശ്ചയിക്കപ്പെട്ടവന്റെ അവസാനത്തെ അത്താഴം അത് അവൻ തന്നെയാണ് വാരി കഴിക്കുന്നത്. വിധി എഴുതിയ ജഡ്ജിയോ കഴുത്തിൽ കൊലക്കയറ് മുറുക്കുന്ന ആരാച്ചാരോ അല്ല. അത്രയും പറഞ്ഞിട്ട് കല്യാണിയുടെ അടുത്ത് നിന്നും പോവുകയാണ് ആനന്ദ് പോകുന്നത് മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് കല്യാണി. ഇത്രയുമാണ് പ്രമോ. ഓക്കെ, താങ്ക് യു.